നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ പ്രോൺസിനെ നല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് നല്ല മുളക് പൊടിയും ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ എല്ലാ പ്രോൺസും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കൊച്ചുള്ളിയും സവാളയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പം ടൊമാറ്റോയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കുക. ആ മസാല എല്ലാം പ്രോൺസിൽ പിടിച്ച് കഴിയുമ്പോൾ ഒരു 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.